നമസ്കാരം. SP-BSP സഖ്യം രാഷ്ട്രീയ മര്യാദ കാണിച്ചുകൊണ്ട് 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകി. അതായത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മണ്ഡലങ്ങൾ അവർക്ക് തന്നെ മത്സരിക്കാൻ ഒരുക്കി കൊടുത്തു. അവിടെ SP സഖ്യം മുന്നോട്ട് വരില്ല എന്ന ഒരു കാര്യവും അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. റായ്ബറേലിയും അമേഠിയും വിട്ടുകൊടുത്തതോടുകൂടി SP-BSP സഖ്യം തേരോട്ടം നയിക്കുമ്പോൾ അങ്ങനെ ഉത്തർപ്രദേശിനെ കൈയൊഴിയാൻ കോൺഗ്രസ് തയ്യാറല്ല. 2009 22ഓളം സീറ്റുകൾ ലോക്സഭയിലേക്ക് നൽകിയ ഉത്തർപ്രദേശിനെ കൈയൊഴിയാനുള്ള സാധ്യതയും കോൺഗ്രസിനകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് UP-യിൽ പ്ലാൻ ബിയുമായി കോൺഗ്രസ് എത്തുന്നത്. 2014 തോറ്റുപോയ മുഴുവൻ നേതാക്കന്മാരെയും അതേ മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇനി BJPയും SP-BSP സഖ്യവും ശക്തമായി പോരാടുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ പിൻവലിക്കാനും പ്ലാൻ ബിയിൽ നീക്കമുണ്ട്. അതായത് BJPയെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു നീക്കം മാത്രമാണ് എടുത്തു പറയാനുള്ളത്. രാഹുൽ ഗാന്ധി തന്ത്രമെനഞ്ഞുകൊണ്ട് 22 സീറ്റുകൾ 2009 ലഭിച്ച അതേ 22 സീറ്റുകൾക്ക് പുറമെ വിജയസാധ്യതയുള്ള മറ്റ് 3 സീറ്റുകൾ കൂടി പരിഗണിച്ച് 25 സീറ്റുകളുടെ പദ്ധതിയോടുകൂടിയാണ് പ്ലാൻ ബിയുമായി ഉത്തർപ്രദേശിൽ ഇറങ്ങുന്നത്. ഈ 25 സീറ്റുകളിലേക്കും അനുയോജ്യരായിട്ടുള്ള നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ബൂത്ത് തല നീക്കങ്ങളോടുകൂടി തന്നെയായിരിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാറ്റത്തിന് മുന്നൊരുക്കം നടത്തുന്ന കോൺഗ്രസ് ഉത്തർപ്രദേശിൽ പുതിയ ചരിത്രം ഉണ്ടാക്കുമോ എന്ന ഒരു ചോദ്യവും ഉയർന്നുണ്ട്. 38 സീറ്റുകളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന SP-BSP സഖ്യത്തിന് ചിലപ്പോൾ തേരോട്ടത്തിലൂടെ 38 സീറ്റുകളും ലഭ്യമായാൽ തന്നെ ഏറ്റവും വലിയ ഒരു നേട്ടമായി അവർക്കത് മാറുമെങ്കിലും കോൺഗ്രസിന് അവിടെ നേട്ടം കൊയ്യേണ്ടത് അനിവാര്യ ഘടകം തന്നെയാണ്. അതായത് ഭരണത്തിലേറണമെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് അവിഭാജ്യ ഘടകം തന്നെയാണ്. ആ ഉത്തർപ്രദേശിൽ 25 സീറ്റിൽ നിന്ന് 22 സീറ്റെങ്കിലും പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടമായിരിക്കും കോൺഗ്രസിനുണ്ടാവുക. പിന്നീട് കോൺഗ്രസ് പറയുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. രാഹുലിന്റെ തന്ത്രത്തിലൂടെ പ്ലാൻ ബി മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷയാണ് കോൺഗ്രസിന് ഉത്തർപ്രദേശ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.